തിരുവനന്തപുരം കല്ലമ്പലത്ത് മദ്രസ വിദ്യാർത്ഥിക്ക് പ്രകൃതി വിരുദ്ധ പീഡനം. സ്വകാര്യ അറബിക് കോളേജ് ഹോസ്റ്റലിൽ വെച്ചാണ് 13-കാരന് പീഡനമേറ്റത്. പരാതി പറഞ്ഞ വൈസ് പ്രിൻസിപ്പലും കുട്ടിയെ മർദ്ദിച്ചു. കോളേജ് വൈസ് പ്രിൻസിപ്പൽ അടക്കം 7 പേർക്ക് എതിരെയാണ് കേസ്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, കൂടുതൽ വിവരങ്ങൾ. രോഹിണി, തിരുവനന്തപുരത്ത് കല്ലമ്പലത്തിന് സമീപമുള്ള ഒരു മദ്രസയിൽ പഠിക്കുന്ന വിദ്യാർത്ഥിക്കാണ് ക്രൂരമായ പീഡനം ഏൽക്കുന്നത്, പ്രകൃതി വിരുദ്ധ പീഡനം ഏൽക്കുന്നത്. ഒപ്പം താമസിച്ച വിദ്യാർത്ഥികളാണ് പീഡനം നടത്തിയത് എന്നാണ് പരാതിയായി പറയുന്നത്. അതായത് ഈ വിദ്യാർത്ഥി 13 വയസ്സുള്ള വിദ്യാർത്ഥിയാണ്, അവിടെ പഠിച്ചു വരികയായിരുന്നു. തുടർന്ന് 5ഓളം വരുന്ന വിദ്യാർത്ഥികൾ ചേർന്നാണ് ഈ കുട്ടിയെ പീഡിപ്പിക്കുന്നത്. തുടർന്ന് പരാതി പറയാനായി വൈസ് പ്രിൻസിപ്പലിന് സമീപത്തെത്തി. വൈസ് പ്രിൻസിപ്പലിനോട് പരാതി പറഞ്ഞെങ്കിലും വൈസ് പ്രിൻസിപ്പൽ ഈ പരാതി കൂട്ടാക്കാതെ വിദ്യാർത്ഥിയെ മർദ്ദിക്കുകയായിരുന്നു. തുടർന്നാണ് വിദ്യാർത്ഥി മാതാപിതാക്കളെ വിളിച്ചു പറയുന്നത്. മാതാപിതാക്കൾ സ്ഥലത്തെത്തുകയും കുട്ടിയെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. അതിനുശേഷമാണ് കല്ലമ്പലം പോലീസിൽ പരാതി നൽകുന്നത്. പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഈ 3 പേരെ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. വൈസ് പ്രിൻസിപ്പലും അതോടൊപ്പം തന്നെ മറ്റു 2 വിദ്യാർത്ഥികളെയുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഭവത്തിൽ 7ഓളം പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ഈ സ്ഥലത്ത് താമസിച്ച് പഠിക്കുന്ന ഒരു പ്രശസ്തമായ ഒരു ദേവാലയമുണ്ട് കല്ലമ്പലത്ത്. ആ ദേവാലയത്തിന്റെ ദേവാലയത്തിനോട് ചേർന്ന് തന്നെ പ്രവർത്തിക്കുന്ന ഒരു അറബിക് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിക്കാണ്, അതായത് ഈ പല ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഇസ്ലാമിക വിദ്യാഭ്യാസം നേടുന്ന പല ക്ലാസ്സുകളിലുള്ള വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുന്നുണ്ട്. അതിനോട് ചേർന്നുള്ള ഇസ്ലാമിക അറബിക് കോളേജിനോട് ചേർന്നുള്ള ഹോസ്റ്റലിലെ വിദ്യാർത്ഥിക്കാണ് ഇത്തരത്തിലുള്ള ക്രൂരമായ പീഡനം ഏൽക്കുന്നത്. പലതവണ പരാതി പറഞ്ഞെങ്കിലും ഇതിന് കൂട്ടാക്കാൻ തയ്യാറായില്ല എന്നും കുട്ടി പറയുന്നുണ്ട്. അതിനുകൂടി അടിസ്ഥാനത്താണ് ബന്ധുക്കൾ പിന്നീട് പോലീസിൽ എത്തുന്നത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് 7 പേർക്കെതിരെ കേസെടുക്കുകയും 3 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ആ അറസ്റ്റ് ചെയ്തതിൽ ഒരാള് ഈ കോളേജിന്റെ പ്രിൻസിപ്പലാണ്. മുഹമ്മദ് ഷെഫീഖ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തെ കൂടിയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ കേസ് അദ്ദേഹത്തിനെതിരെയുള്ള കുറ്റം എന്ന് പറയുന്നത് കുട്ടി പരാതി പറഞ്ഞിട്ടും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടപടിയെടുത്തില്ല. മാത്രമല്ല കുട്ടിയെ മർദ്ദിക്കുകയും ചെയ്തു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് വൈസ് പ്രിൻസിപ്പലിനെ അടക്കം കേസെടുത്തിരിക്കുന്നത്. മറ്റു 2 പേരെയും ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അറസ്റ്റ് ചെയ്തവരെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. രോഹിണി. ശരി, പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്.